എന്താ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടാ. എന്തായി എല്ലാവരുടെയും ഓണപരിപാടികളൊക്കെ? ഓണം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞാ? ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഓണത്തിന് അത്തക്കളമിടാനും ഒന്നിനും പറ്റിയില്ല കേട്ടാ. ഇനി നമ്മുടെ വീഡിയോനെ കുറിച്ച് പറയാം കേട്ടാ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഫ്ലോറൊക്കെ നല്ല ക്ലീനായി തിളങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് എന്ത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നിലം ക്ലീൻ ആക്കണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത്. നമ്മുടെ ഷോർട്സുകളിൽ അധികവും അടിക്കലും തുടക്കലൊക്കെ തന്നെയാണ് കേട്ടോ ആദ്യമൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് കേട്ടോ, നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ നിലമൊക്കെ, എന്താ ചെയ്യണമെന്ന്. അപ്പോൾ ഞാനിതിനുള്ള രഹസ്യം പറഞ്ഞു തരാം കേട്ടോ. അത് എന്നും ചെയ്യണതൊന്നുമല്ല. ഇനി ഒരു കാര്യം കേട്ടാ, നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നവർ കാണുന്നുണ്ട് ചെങ്ങ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെങ്ങ ഒരു ലൈക്കും കൂടി തരിക, നിങ്ങളുടെ കമൻസും കൂടി അറിയിക്കണം കേട്ടോ. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ എനിക്കും കൂടി പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാമല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ അതിലിപ്പോൾ ഇട്ടത് ഉപ്പാണ് കേട്ടോ, പൊടിയുപ്പ്. അതൊരു 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഒഴിക്കാൻ പോണത് ഷാമ്പു ആണ് കേട്ടോ. അത് ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല. ഒരു 1/2 ടീസ്പൂണോളം ഷാമ്പുവും കലക്കി ചേർക്കാം. അതിന് ശേഷം മൂന്നാമതായിട്ട് ഞാൻ ഒഴിക്കാൻ പോണത് ഇതിലേക്ക് നമ്മുടെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ. ഇതിപ്പോൾ പുൽത്തൈലത്തിൻ്റെയാണ് ഇവിടെ ഇരിക്കണത്. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഒഴിക്കാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സൊർക്ക ഉണ്ടല്ലോ, വിനാഗിരി സൊർക്ക എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്ന് കുറച്ച് ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ഒരു സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത്. ഇനി അത് നന്നായിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തുടക്കേണ്ട കാര്യം നോക്കാട്ടോ. ഇത് നമ്മൾ ഡെയിലി ഒന്നും ചെയ്യാൻ പാടില്ല. നന്നായി അഴുക്കുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ചെയ്യാം, അല്ല ചെങ്ങ മാസത്തിൽ ഒരു ദിവസം ചെയ്താലും മതിയിട്ട്. അതിപ്പോൾ ഇതിൽ ഷാമ്പൂ ഇതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് തുടക്കണോടത്ത് ഒരു പതയാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അഴുക്കൊക്കെ നന്നായി പോകുന്നു. നല്ല നമ്മൾ തുടക്കണ സ്ഥലത്തെ എല്ലാ അഴുക്കും നമ്മുടെ തുടക്കണ വെള്ളത്തിൽ കാണാം. മോപ്പ് എസ്ക്വയർ കമ്പനിയുടെയാണ് കേട്ടോ. അത് നല്ല മോപ്പാണ് കേട്ടോ. എനിക്ക് ഞാൻ കടയിൽ നിന്നാണ് കേട്ടോ അത് വാങ്ങിച്ചത്, അല്ലാതെ ഓൺലൈനായിട്ടല്ല. നല്ല സുഖമായിട്ട് തുടയ്ക്കാനും നന്നായി അഴുക്കൊക്കെ പോരണു ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് തുടയ്ക്കാട്ടോ. ഇപ്പോൾ ഞാൻ ഈ തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഈ നമ്മളെ തറയുടെ ഒരു ക്ലീന് എങ്ങനെയായിട്ടാണ് നമ്മുടെ തറ കിടക്കണമെന്നുള്ളത്. തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും നീറ്റായിട്ടാണ് വെള്ള ടൈൽ കിടക്കണത്. ഇതൊക്കെ ചെയ്യണത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല നീറ്റ്നെസ് കിട്ടണത്. അല്ലാതെ ഞാൻ ദിവസം തുടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ ആളൊന്നല്ല കേട്ടോ. ചിലപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം തുടയ്ക്കും, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അല്ലാതെ എന്നും തുടയ്ക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ തുടയ്ക്കണോടത്തുള്ള അഴുക്ക് പോരണതും ഒക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണില്ലേ കാണുമ്പോൾ തന്നെ. അത്രയും നീറ്റാവണുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ ഈ തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ഇതൊന്ന് ഒഴിച്ചിട്ടൊന്ന് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ പറയണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടാ, ഞാനിപ്പോൾ അവിടെയൊക്കെ തുടച്ചിട്ടുള്ള ആ തുണിയാണ് ഇതിൽ കൊടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനില്ലേ എത്രത്തോളം അഴുക്ക് ആ വെള്ളത്തിൽ കാണാനുണ്ടെന്ന്. അപ്പോൾ അത്രയും നീറ്റായിട്ടാണ് അഴുക്കൊക്കെ പോരണത്. അടുത്തതായിട്ടേ നമ്മുടെ ഇതൊക്കെ ഇല്ലേ, മരത്തിൻ്റെ ഫർണിച്ചറുകൾ ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാം എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഞാൻ. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു പാത്രത്തിൽ ഇതിപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സാണ്, അതിലൊരു ഗ്ലാസ് സൊർക്ക എടുത്തു കേട്ടോ. സൊർക്ക നമ്മുടെ വിനാഗിരി എന്നൊക്കെ പറയില്ലേ, അതൊരു ഗ്ലാസ് എടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കണത് ഓയിലാണ് കേട്ടോ. അത് നമ്മൾ ഏറ്റവും നല്ലത് ഒലിവ് ഓയിൽ എടുക്കണതാണ്. ഇതിപ്പോൾ സാധാ ഓയിലാണ്, വെളിച്ചെണ്ണ അങ്ങനെ എന്ത് വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. ആ ഒരു ഇതിൻ്റെ സൊർക്കയുടെ പകുതിയാണ് ഇപ്പോൾ ഈ ഓയിൽ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അതിലെന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ അതിലേക്ക് പുൽത്തൈലം തന്നെയാണ് കേട്ടോ ഒഴിച്ചെടുക്കണത്. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് അത് മിക്സാക്കി ഇതൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചെടുക്കണത്. ആ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം.
നമുക്ക് നമ്മുടെ വാതിലൊക്കെ വൃത്തിയാക്കാനും ഈ സൊല്യൂഷൻ തന്നെ ഉപയോഗിക്കാട്ടോ. വാതിലിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു മൈക്രോ ഫൈബറിൻ്റെ തുണി എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കണത്. നമുക്ക് ഈ വാതിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ ഒരു സൈഡിലെ ഡോറും അപ്പുറത്തെ സൈഡിലെ ഡോറും കൂടിയിട്ടുള്ള ഡിഫറൻസ് തുടച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും മാസ്ക് ഇട്ടിട്ടായിരുന്നു ഇത് ചെയ്യേണ്ടത്. എനിക്ക് ഇത് തുടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആ ബോധം വന്നത്. മാസ്ക് ഇടാതിരുന്ന കാരണം എനിക്ക് ആ പുൽത്തൈലത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വന്നപ്പോഴേ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. നിങ്ങളാരെങ്കിലും ഇത് ട്രൈ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ എന്തായാലും ഒരു മാസ്ക് വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ മീതഭാഗം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിത് തുടയ്ക്കണ സമയത്ത് ലെഫ്റ്റ് സൈഡിൽ തുടയ്ക്കുമ്പോഴുള്ള ഡിഫറൻസും റൈറ്റ് സൈഡിലത്തെ ഡോറിൻ്റെ തുടയ്ക്കാതെയുള്ള ഡിഫറൻസും കൂടിയിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ടീപ്പോയിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാം കേട്ടോ. ടീപ്പോയിൻ്റെ മുകളിൽ ഞാനിത് സ്പ്രേ ചെയ്തിട്ടാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത്. ടീപ്പോയി കുറേ പഴക്കമുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 10-30 വർഷം ചുരുങ്ങിയത് പഴക്കം ഇതിന് വന്നിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊന്ന് പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിത് ഈ സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ ടീപ്പോയി നോക്കിയേ നല്ല സൂപ്പറായിട്ട് ഇന്ന് വൃത്തിയായില്ലേ. ഇനി നമുക്ക് നമ്മളെ കട്ടിലൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ സ്പ്രേ ചെയ്തിട്ട് ഞാൻ തുടക്കുകയാണ്. നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടേ ഒരു ബ്രഷ് ഉണ്ട് വെച്ചെങ്കിൽ ബ്രഷ് കൊണ്ട് ഒന്ന് ക്ലീനാക്കി എടുത്താൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പിന്നെ തോന്നി ബ്രഷ് വെച്ചിട്ട് ഒന്നുകൂടി ചെയ്തിട്ട് പിന്നെ തുണി കൊണ്ട് തുടക്കായിരുന്നു നല്ലതെന്ന്. നിങ്ങളങ്ങനെ ക്ലീൻ ആക്കണമെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇത്ര തന്നെയുള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ കൂടെ കൂടണേ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.